വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരു ഫ്ലവർ പ്ലാന്റ് നിർമ്മിക്കുകയാണ്. അത് എന്തിനാണെന്ന് കാണണ്ടേ? ഈ പ്ലൈവുഡിലാണ് ഞാൻ ഇന്നത് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോയിലേക്ക് പോകുന്നു. ഈ പ്ലൈവുഡ് അതിന് ഞാനിപ്പം 2-3 അരക്കപ്പ് വൈറ്റ് സിമെന്റ് എടുക്കുകയാണ്. നിങ്ങൾ അളന്നെടുക്കുക, ഞാൻ അളന്നെടുക്കുന്നില്ല. അതിനൊരു ശകലം വെള്ളം, നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് വെള്ളം ഒഴിക്കത്തില്ല, അതേപോലെ ശകലം വെള്ളം ആവശ്യത്തിന്, ശകലം വെള്ളം മതി. ഇങ്ങനെ അത് നമ്മൾ ഇതിലേക്ക് അടിക്കുകയാണേ. ഓക്കെ, ഇതൊന്ന് ട്രൈ ആവട്ടെ. ഓക്കെ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഉണങ്ങും. വൈറ്റ് സിമെന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഓക്കെ, വൈറ്റ് സിമെന്റ് അടിച്ചത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്ലവർ ഒക്കെ ചെയ്യണം. ചെടി തണ്ടുകളെ ഇല അങ്ങനെയൊക്കെയുള്ള ചെയ്യണം. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഒരു ഫെവിക്കോൾ വരട്ടെ. നമുക്ക് ഫ്ലവർ വേണ്ടെടുത്ത് ഒരേ ഭാഗത്തായിട്ട് ഫെവിക്കോൾ ഇങ്ങനെ വരട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിസ്ത കഴിക്കാറില്ലേ, അതിൻ്റെ തോടാണ്. അപ്പം അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. പിന്നെ കണ്ടല്ലോ.
എല്ലായിടും റൗണ്ടിന് ചെയ്ത് വരട്ടെ. ഇനി ഇതിന്റെ സെന്ററിലൂടെ അതേപോലെ ചെയ്യണം. നമ്മൾ ഫെവിക്കോൾ പറ്റിയിട്ട് കയ്യാവണോ ഞാൻ ഒക്കെ എടുത്ത് വെച്ചു. ഇത് ട്രൈ ആയതിനു ശേഷം വേണം കേട്ടോ. പെട്ടെന്ന് ഞാനങ്ങ് ഫെവിക്കോൾ പരട്ടിപ്പോയി. ഇത് ട്രൈ ആവട്ടെ. അങ്ങനെ ഇതുപോലെ ചുറ്റും ഇങ്ങനെ ഫ്ലവറിയും ചെയ്ത് വരട്ടെ. അപ്പൊ ഒരു റൗണ്ട് ഞാൻ വെച്ചിട്ടുണ്ടേ. അപ്പൊ ഇവിടെ 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 ഇത് പിസ്തയുടെ തോട് ഫില്ല് ചെയ്ത് വെച്ച് തിരിച്ചു വരാം. ഓക്കെ, ഒരു റൗണ്ട് നമ്മൾ വെച്ചു. രണ്ടാമത്തെ റൗണ്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഓരോന്നിൻ്റെ വിടവിൽ ഓരോന്നും വെച്ച് അങ്ങനെ ഫില്ല് ചെയ്ത് വന്നു. ഓക്കെ, ഇനി ഇത് 2 മണിക്കൂർ ഇരിക്കട്ടെ. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പെയിൻറ് ചെയ്ത് വരാം. ഓക്കെ, അപ്പം ഇനി ഞാൻ ഇതിന് കളർ അടിക്കട്ടെ. ഓക്കെ, ഇത് പല കളറാണ് ഞാൻ ഇതിന് അടിക്കാൻ പോകുന്നത്. ഓരോ പൂവിനും ഓരോരോ കളറാണ് ഞാൻ അടിക്കുന്നത്. ഈ ഫ്ലവറിന് ഇതെല്ലാം ഇങ്ങനെ അടിച്ചിട്ട് തിരിച്ചു വരാം. ഓക്കെ, എനിക്കൊരു കൈ കൊണ്ട് ഫോൺ പിടിച്ചുകൊണ്ട് അടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, തിരിച്ചു വരാം. അങ്ങനെ ഫ്ലവറിനൊക്കെ പെയിൻറ് ചെയ്തു. ലാസ്റ്റ് ഇവിടെ നിൽക്കുകയാണ്. ഇതിനി ട്രൈ ആയിട്ട് ഇനി ഈ ബോർഡിൽ ഇതിനെ കളർ അടിക്കണം. ഇനി ഇതൊക്കെ ലീഫായിട്ട് ഞാൻ ചെയ്തിരിക്കണം. ഇനി തണ്ട ഇതൊന്ന് ട്രൈ ആവട്ടെ. അതിന് ശേഷം ഇനി അടുത്തത് തിരിച്ചു വരാം. ഓക്കെ, ഫ്ലവറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല. ഇതിന് വേറെ പണികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇതൊരു 2 മണിക്കൂർ ഇരിക്കട്ടെ. ഇത് 3D പെയിൻ്റ് എല്ലാം പെട്ടെന്ന് ട്രൈ ആയിട്ടുണ്ട്. ഇത് 3D അല്ല, ഇത് ഇത്രയും 3D പെയിൻ്റാണ്. ഫെവിക്രില്. അപ്പം ഇതെല്ലാം ഉണങ്ങിയിട്ട് അടുത്ത കളർ അടിക്കുമ്പം തിരിച്ചു വരാം. ഓക്കെ, ഇങ്ങനെ ഫ്ലവറൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തു. സെൻറ്ററിലൊക്കെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തു. ഇനി കുറേ ഉണ്ട്. ഇനി യെല്ലോയ്ക്ക് ഇനി ഇതിന് രണ്ടിനും ഉണ്ട്. പിന്നെ ഈ ലീവ് ഇതിന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, ഇനിയുണ്ട്, ഒരുപാട് പണികളുണ്ട്. ഇനി ഇതിന് ഷെയ്ഡ് കൊടുക്കാനുണ്ട്. അപ്പം ഇങ്ങനെ ഷെയ്ഡ് കൊടുത്തിട്ട് വരാം. ഞാൻ ഇതിലായിട്ട് ശ്രദ്ധിക്കുമ്പോൾ മറ്റേത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, തിരിച്ചു വരാം. അപ്പം ഇങ്ങനെ നമ്മൾ തണ്ടൊക്കെ വരച്ച് വരട്ടെ. ഓക്കെ, എനിക്ക് ബാക്കി എല്ലാത്തിനും ഇങ്ങനെ ചെയ്ത് തട്ടോ കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു ചെറിയ കൊച്ചു കുഞ്ഞു പൂവൊക്കെ ഡിസൈൻ ചെയ്യുവാണ്.
ഇപ്പം എല്ലാം ഫിനിഷായി. ഇനി ഒന്ന് ട്രൈ ആയി വരട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ വീട്ടിൽ കിടന്ന ഒരു പഴയ കബോർഡാണ് ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള തൊണ്ട് പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചാൽ വളരെ മനോഹരമായിരിക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.